നമുക്ക് കിരണിന്റെ കല്യാണിന്റെ ക്ലൈമാക്സ് കഥയിലേക്ക് പോയാലോ? അങ്ങനെ നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം കിരണിന്റെ കല്യാണിന്റെ കഥ അവസാനിക്കാനായിട്ട് പോവാണ്. അപ്പൊ കുറെ നാളുകളായി നമ്മൾ കിരണിന്റെ കല്യാണിന്റെ കഥകൾ അങ്ങനെ അവസാനിക്കാൻ പോവാന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ വിളിച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ ഇതുവരെയായിട്ടും തീരാത്ത, ബാക്കിയെല്ലാം കഥകൾ അവസാനിച്ചല്ലോ എന്നൊക്കെ. അങ്ങനെ എന്താണെങ്കിലും നാളെ അതിനൊരു അവസാനം വരുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും സരയുവിന്റെ അഹങ്കാരം നാളത്തോടു കൂടി തീരുവാണ്. ഇത്രയും കാലം, ഈ 5 വർഷക്കാലം അവള് ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷകളെല്ലാം അവൾക്ക് കിരൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഒടുവില് സരയു പ്രതികാര ചിന്തയോട് കൂടിയിട്ട് കല്യാണി ഇല്ലാതാക്കാനായിട്ട് പോവാണ്. അപ്പൊ സരുവിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, തനിക്ക് കിട്ടാത്തൊന്നും ബാക്കിയുള്ളവർക്ക് കിട്ടാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും അവള് ജീവിച്ചിരിക്കരുത്. കിരൺ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. കിരൺ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവളെ പോയി തീർക്കണം. അങ്ങനെ തനിക്ക് ഇനിയിപ്പോ ഒരു ജീവിതവും ഇല്ല കിരണിനോടൊപ്പം. എന്താണെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കിരൺ സരുവിനോടൊപ്പം ജീവിക്കില്ല എന്നറിയാം. അങ്ങനെയാണെങ്കിൽ താൻ മരിക്കുന്നതിന് മുമ്പ് അവളെയും കൂടെ തീർക്കണം. അവളെ തീർത്തിട്ട് താൻ മരിക്കുവാണ് കുഴപ്പമില്ല, അന്തസ്സോടെ തനിക്ക് മരിക്കാം, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സരു കല്യാണിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്ത് കിരണിനോട് രതീഷ് ആ കാര്യം പറയണേ, കിരൺ സാറേ, മിക്കവാറും സരു പോകുന്നത് കല്യാണി ഇല്ലാതാക്കാനായിരിക്കും. മനോഹർ പറഞ്ഞു കേട്ടില്ലായിരുന്നോ കല്യാണിയെ സൂക്ഷിക്കണമെന്ന്? അപ്പോഴാണ് കിരൺ ആ ബോധം ഉണ്ടാകുന്നേ. ഒരു പക്ഷേങ്കിൽ അവള് പ്രതികാര ചിന്തയോടുകൂടി കല്യാണിയെ കാണാൻ പോകുന്നൊരു സംശയം. പെട്ടെന്ന് തന്നെ കിരൺ കല്യാണിയെ ഫോൺ ചെയ്യുകയാണ്. പക്ഷെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. രതീഷിനോട് പറഞ്ഞു, അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ, സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന സരുവിന്റെ ചതികളും കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, കിരണും രതീഷും കൂടെ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണ്. ഈ സമയത്ത് താരയുടെ കരച്ചില് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മ വന്ന് താരയോട് കാര്യം തിരക്കുന്നുണ്ട്. എന്താ താരെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് താര സരുവിന്റെ ചതിയെക്കുറിച്ച് പറയുന്നത്. ഭാനുമതിയമ്മ വരെ ഞെട്ടിപ്പോയി. ഭാനുമതിയമ്മ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. എന്റെ ഭഗവാനെ, ചതിച്ചല്ലോ. ഇത്രയും ക്രൂരയായ ഒരു പെണ്ണിനെയാണോ ഇത്രയും കാലം കിരണ് കല്യാണി മോളും കൂടെ ചേർന്ന് തീറ്റിപ്പോറ്റിയത്? എന്നിട്ട് എന്താ താര നീ ഇത് മുമ്പ് പറയാതിരുന്നേന്ന് ചോദിച്ചു. താര തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വിവരിക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ പറഞ്ഞു, നിനക്ക് നേരത്തെ തന്നെ കിരൺ മോനോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വഷളാവത്തില്ലായിരുന്നു. താര പറഞ്ഞു, കിരൺ അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും കിരൺ വെറുതെ ഇരിക്കില്ല. എനിക്കറിയാം താരയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് സരുവിനെ വെറുതെ വിടില്ലെന്ന് താരയ്ക്കും മനസ്സിലായി. അവളുടെ വിധി അവളായിട്ട് തേടിയെടുത്താണ്. ഭാനുമതിയമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സരുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവളാന്ന് കരുതിയില്ല. ഒരു ജീവിതമില്ലാതിരുന്ന സമയത്ത് കല്യാണി മോളുടെ കൃപ കൊണ്ടാണ് അവൾക്കൊരു ജീവിതം ഉണ്ടായത്. എന്നിട്ട് അവൾ ഇത്രയ്ക്ക് ക്രൂരാകാൻ പാടില്ലായിരുന്നു. അത് കേട്ടപ്പം താരയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം താരയ്ക്ക് സത്യങ്ങളൊക്കെ മുമ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പെറ്റമ്മയായി പോയില്ലേ. അപ്പൊ അതുകൊണ്ട് മാത്രം കല്യാണിയെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവിടുന്ന് പതുക്കെ ഇറങ്ങി പോകുന്നത്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടെ അവൾ ഇല്ലാതാക്കുന്നുള്ള സത്യങ്ങളൊക്കെ താരം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അവസാന നിമിഷം കിരൺ സത്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പം താരയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഈ സമയം പ്രതികാര ചിന്തയോട് കൂടിയിട്ടാണ് സരു നേരെ കല്യാണിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ കല്യാണിക്ക് സരുവിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണി ചെന്ന് കഥ തുറന്നു നോക്കുമ്പോഴത്തേനും സരയുവാണ്. സരയുവിനെ കണ്ടുകഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞ, ആ സരയോ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണോ എന്നൊക്കെ ചോദിച്ചു. എന്തിയെ മനോഹർ എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മനോഹറിന് അങ്ങനെ ആപത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും കല്യാണിക്കൊട്ട് അറിവുണ്ടായിരുന്നില്ല. ആ സമയം സരയു പറഞ്ഞു, മനോഹർ വന്നിട്ടില്ല എന്ന് പറയണം. വന്നിട്ടില്ലേ, അതെന്ത് പറ്റി? അല്ല, നീ പോയി അവനെ കൂട്ടിക്കൊണ്ട് വന്നല്ലേന്ന് ചോദിച്ചു. കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. പിന്നീട് സരയുവിനോട് സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, ഒരു കാര്യം ചിന്തി ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി അകത്തേക്ക് പോകുന്ന സമയത്ത് സരയു എന്ത് ചെയ്തു, തന്റെ കയ്യിലിരുന്ന കത്തിയൊക്കെ എടുത്തോണ്ട് അവളെ കൊല്ലാനായിട്ട് പോവാണ്. ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കല്യാണിയെ തീർക്കണം എന്നുള്ള. അങ്ങനെ എന്ത് ചെയ്തു, കല്യാണിയുടെ പുറകിൽ പോയിട്ട് അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് കത്തി ഓങ്ങുവാണ്. ഈ സമയത്ത് കല്യാണി ഒരു നിമിഷം ഞെട്ടിപ്പോയി. സരയു പറഞ്ഞു, നീ എന്താടി എന്നെ കുറിച്ച് കരുതിക്കൊണ്ടിരുന്നേ? ഇത്രയും നാളും നിന്നോട് എനിക്ക് സ്നേഹമായിരുന്നെന്നോ? ഒരിക്കലും ഇല്ലടി. നീ ജീവനോടെ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ഇന്നത്തോടു കൂടി നിന്റെ കഥയും കൂടെ കഴിക്കാൻ പോവാ. നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാടി ഞാൻ കാത്തിരുന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട്
കല്യാണിയുടെ കഴുത്തിൽ കത്തിവെച്ചു. കല്യാണിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്ക് സരയു പറഞ്ഞു, നിന്നെ കൊല്ലാനായിട്ട് പൈസനെ അയച്ചത് ഞാനാടി. മരിക്കുന്നതിന് മുമ്പ് നീ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. കിരണില്ലേ, കിരൺ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഏത് നിമിഷം വേണേലും അവൻ ഇങ്ങോട്ടേക്ക് വരും. അതിനു മുമ്പ് ഞാൻ നിന്നെ തീർക്കൂടി എന്ന് പറഞ്ഞു. കല്യാണിക്ക് മനസ്സിലായി ഇവളാണ് അപ്പൊ എല്ലാത്തിനും പിന്നിലെന്നുള്ള സത്യങ്ങളൊക്കെ. രക്ഷപ്പെടാനായിട്ട് ഒരു പഴുത് പോലും ഇല്ല. വേലക്കാരി ജാനകിയാണെങ്കിൽ വീട്ടിലില്ലായിരുന്നു താനും. കല്യാണി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്ന് കല്യാണിക്ക് അറിയില്ല. അപ്പോഴേക്ക് സരയു പറഞ്ഞു, കിരണിനോടൊപ്പം ഒരു ജീവിതമാടി ഞാൻ ആഗ്രഹിച്ചേ. കുഞ്ഞുനാളിലെ മുതലുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കിരണിനോടൊപ്പം ജീവിതം. അതിന്റെ ഇടയ്ക്കിലേക്ക് നീ കയറി വന്നേ. അപ്പൊ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുവോ? നീയും കിരണും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടപ്പം എന്റെ നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷെ മനോഹരന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. പക്ഷെങ്കില് അവനും എന്നെ ചതിക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ലടി എന്ന് പറഞ്ഞു. ഇനി എന്താണെങ്കിലും നീ ഭൂമി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. കല്യാണിക്ക് പറയണമെന്നുണ്ട് സരിയും അരുതെന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്താണ് കിരണും രതീഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. കൃത്യസമയത്ത് തന്നെ വന്നു. എന്താണെങ്കിലും സരയുവിനെ നേരിടുവാണ്. സരയുവിന് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ല. കിരൺ അവളെ ഇടിച്ച് പരുവാക്കണം. എന്നിട്ട് പറഞ്ഞു, നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ? നിന്റെ കള്ളത്തരം പിടികൂടുവല്ലോ. എടി, നീ ആ രാഹുലിന്റെ മോള. നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴാടി മനസ്സിലാകുന്നേ. പാമ്പിന് തന്നെയാണല്ലോ ഇത്രയും കാലം പാല് കൊടുത്തെന്ന് ഓർക്കുമ്പോ നീ പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയിലോടി. ഈ സമയത്ത് കല്യാണിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. കല്യാണിക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം കല്യാണി പറഞ്ഞു, കിരണേട്ട ഇവള്. രതീഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കല്യാണി, ഇവളെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോന്ന് ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവളാണ് എല്ലാത്തിന്റെയും പിന്നില്. ഇത്രയും നാളും നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇവളായിരുന്നു. ഈ സമയം കിരൺ പറഞ്ഞു, നിനക്ക് ഭ്രാന്ത് പിടിച്ച് സമതല തെറ്റി ഓടി നടന്ന സമയത്ത് അവിടുന്ന് നിന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചോണ്ട് വന്നു. നിനക്ക് നിന്റെ അമ്മയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? നീ നന്നായെന്ന് കരുതിയിട്ടാ. പക്ഷേങ്കില് നീ നന്നാവില്ല എന്നുള്ള കാര്യം പിന്നീടായിരുന്നു മനസ്സിലായത്. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കല്യാണിയെ നീ കൊല്ലാൻ നോക്കി. അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ലടി. ഇത്രയും നാളും നിന്റെ ക്രൂരതയില് അതൊന്നും അറിയില്ലാതെ ഞാനും കല്യാണിയൊക്കെ നിനക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നേ. നിന്റെ മോളെ സ്വന്തം മോളെ പോലെ കരുതിയിരുന്നേ. സത്യം പറയടി, എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സരയു പറഞ്ഞു, എടാ, നിന്നോടുള്ള പ്രതികാരമല്ല, എനിക്ക് കല്യാണിയോടുള്ള പ്രതികാരമായിരുന്നു. എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തിയെ പോലെ സരയു കിടന്ന് അലറുവാണ്. സരയുവിനാ കിട്ടിയതൊന്നും പോരായിരുന്നു. അമ്മാതിരിയായിരുന്നു. കിരൺ വെറുതെ ഇരിക്കുവോ? എന്താണെങ്കിലും സരയുവിനെ പിടിച്ചോട്ടി കൊണ്ടുപോവാണ്. നേരത്തെ കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കൈ കിട്ടിയിട്ടുണ്ട് തീർത്ത് കളയുമെന്ന്. കാരണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവളിനെ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം കിരണിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അങ്ങനെ സരയുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാണ്. ഒടുവില് സരയുവിന് മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശാരി തളർന്നുപോയി. ശാരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ശാരിക്ക് അപ്പോഴേ അറിയായിരുന്നു കിരൺ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യങ്ങള്. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശാരിക്ക്. മനോഹരൻ എന്താണെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അങ്ങനെ വലിയ ശത്രുവായ സരയുവിന്റെ ജീവിതം അങ്ങനെ അവസാനിച്ചു. ശത്രുക്കളൊക്കെ എല്ലാം അങ്ങനെ തീരുവാണ്. പിന്നീടാണ് പ്രകാശിനെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പ്രകാശന് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷമായി. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. പ്രകാശന അകത്ത് കിടന്നിട്ട് ഒരു ടെൻഷനായിരുന്നു. എത്രയും പെട്ടെന്ന് പരോളിന് ഇറങ്ങണം. ശത്രുക്കൾ ആരൊക്കെയോ പുറത്തുണ്ടെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേങ്കില് സരയുവായിരുന്നു വില്ലത്തിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവളുടെ കാര്യം തീർന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് പ്രകാശിന് ഒരു സമാധാനമായത്. അങ്ങനെ എന്താണെങ്കിലും സരയും കൂടെ തീർന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. പിന്നീട് 5 വർഷത്തിന് ശേഷമുള്ള കഥകളാണ് കാണിക്കുന്നത്. അങ്ങനെ വിക്രത്തിന്റെ കൊന്നതിന്റെ പേരില് പ്രകാശിന് 5 വർഷത്തേന് കോടതി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം പ്രകാശൻ പുറത്തേക്ക് വരുവാണ്. അങ്ങനെ പ്രകാശിനെ കൊണ്ടുവരാനായിട്ട് കിരണും ഭാനുമതി അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രകാശൻ ഭയങ്കര സന്തോഷവാനായിട്ട് തിരിച്ചിറങ്ങി വരുവാണ് തന്റെ പെൺമക്കളോടൊപ്പം ജീവിക്കാനായിട്ട്. ആ സമയം കാർത്തികയെ, ലക്ഷ്മിയമ്മയെ, ചന്ദ്രസേനൻ, രൂപ എല്ലാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം എല്ലാരും കൂടെ ഒരു കോമ്പൗണ്ടിൽ തന്നെ വീട് വെച്ച് അവിടെ തന്നെയായിരുന്നു. അപ്പൊ കൺമണി മോളെ കിരണും കല്യാണി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ സ്വന്തം മോളെ പോലെ വളർത്താനായിട്ട്. അങ്ങനെ പ്രകാശൻ സന്തോഷത്തോടെ ഇറങ്ങി വരുമ്പോഴത്തേന് സ്വീകരിക്കാനായിട്ട് കല്യാണിയും കാദംബരിയും കാർത്തികയ്ക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അങ്ങനെ പ്രകാശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് ഹരിസാറും അതുപോലെ തന്നെ രൂപയും ചന്ദ്രസേനും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷകരായ ഒരു
അവസാനമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ എന്താണെങ്കിലും നാളെയും കൊണ്ട് നമ്മൾ ഈ 5 വർഷക്കാലം നീണ്ട ആ കഥ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.